ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറിട്ട രുചിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അലുവയാണ്. കസ്റ്റാർഡ് കൊണ്ടാണ് ഈ അലുവ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അലുവയുടെ റെസിപ്പിയാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി 125 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് അര കപ്പാണിത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അരിച്ച് കളയാൻ പറ്റും. അലുവയിൽ ചേർക്കുന്നതിന് വേണ്ടി ഒരു പിടി ബദാമും കുറച്ച് കാഷ്യൂനട്ട്സ് എടുത്തിട്ടുണ്ട്. പ്രത്യേക അളവുകളൊന്നുമില്ല. ഇതൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് വറുത്ത് കോരി എടുക്കാം. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. നെയ്യിൽ വറുക്കാതെയും അലുവ ഉണ്ടാക്കുന്ന സമയത്ത് കാഷ്യൂനട്ട് പൊടിച്ച് ചേർക്കാവുന്നതാണ്. വറുത്ത് കോരി എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി ബദാം കൂടി വറുത്തെടുക്കാം. ബദാം ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. വറുത്തെടുത്ത ബദാമും കാഷ്യൂനട്ട്സും ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബദാമും കാഷ്യൂനട്ട്സും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. അലുവ ഉണ്ടാക്കുമ്പോൾ അതിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്സും ബദാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അലുവ ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പേ ഇതൊക്കെ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. പഞ്ചസാര ഒന്ന് പാനി കാച്ചി എടുക്കണം. അതിനായി 240 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം പാനി കാച്ചി എടുക്കാം. പഞ്ചസാര എത്ര എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റ് ചെയ്ത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ നന്നായി ഇളക്കി കൊടുക്കണം. കസ്റ്റാർഡ് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ കട്ടി പിടിച്ചു പോകും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇളക്കി കൊടുക്കാവൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടി പിടിച്ചു പോകും. ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ അറിയാം ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഗ്ലേസ് ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. കൈയെടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇത് നന്നായി കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്ന നെയ്യ് ഇത് ഉള്ളിലേക്ക് പിടിച്ചുകൊണ്ടേയിരിക്കും. നന്നായി നെയ്യ് ഇതിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ വീണ്ടും 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യെല്ലാം അലുവയിലേക്ക് നന്നായി പിടിച്ച് കിട്ടും. ഇതിൽ യാതൊരു ആർട്ടിഫിഷ്യൽ കളറോ പ്രിസർവേറ്റീവോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മാറി മാറി ഇളക്കി കൊടുത്താൽ മതി. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റേജിൽ കൈയെടുത്താലും അടി പിടിക്കില്ല. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ നല്ല കട്ടിയുള്ള ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെയാണ് അലുവ ഉണ്ടാക്കാൻ നല്ലത്. അതാകുമ്പോൾ അടിക്ക് പിടിക്കില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യുടെ കണക്ക് നോക്കുകയാണെങ്കിൽ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാണ് വേണ്ടത്. അപ്പോൾ അതുവരെയും നമ്മൾ നെയ്യ് ഓരോ ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കണം.
ഇനി ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പഞ്ചസാരയും ഏലക്കയും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെയ്യൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് കറങ്ങുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് ഹലുവയുടെ ഒരു പരുവം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ കട്ടിയാകാൻ തുടങ്ങും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ പാത്രമൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചത്. ഒരു സ്പൂണിൽ ഒരല്പം നെയ്യ് തടവിയതിന് ശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ഹലുവ നന്നായി തണുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഹലുവ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റാണ് ഈ ഹലുവ. ഏകദേശം ഒരു 25 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും ഹലുവ ഉണ്ടാക്കാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഹലുവ. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കണം ഓളും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്